അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഒക്കെ തിരക്കല്ലേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഓണത്തിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പപ്പടം തോരനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 4 ചെറിയ ഉള്ളി അതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായി ക്രഷായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത വറ്റൽമുളക് കറിവേപ്പില അതൊക്കെ നന്നായി ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ക്രഷായി കിട്ടിയില്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ലോണം ക്രഷായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പൊരിച്ചെടുത്ത പപ്പടം. ഞാൻ വലിയ പപ്പടം ആയതുകൊണ്ട് 12 പപ്പടം എടുത്തിട്ടുണ്ട്. ചെറിയ പപ്പടമൊക്കെ ആണെങ്കിൽ 15 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രം നന്നായി ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് 1 വറ്റൽമുളക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു റോസ്റ്റ് ചെയ്യുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ പപ്പടം വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു സമയത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ കുറച്ച് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. പിന്നെ അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ നേരം ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തെടുക്കരുത്, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കുറേ നേരം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പപ്പടത്തിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ നഷ്ടപ്പെടും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ സെർവ് ചെയ്യാൻ നേരത്ത് പപ്പടം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.